നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. അങ്ങനെ പതിനായിരങ്ങൾക്ക് പൊന്നമ്പലമേട്ടിലെ മകരജ്യോതി ദർശന പുണ്യമായി. പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞു. ശബരിമല സന്നിധാനം ഭക്തി സാന്ദ്രമായി. ശബരിമല സന്നിധാനത്തേക്ക് എത്തിയ പതിനായിരക്കണക്കിന് ആളുകളുടെ കണ്ടങ്ങളിൽ നിന്ന് ശബരിമല അയ്യപ്പന്റെ ശരണമന്ത്രങ്ങൾ ഉയർന്നു. സ്വാമിയെ ശരണമയ്യപ്പ. കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി ഭക്തർ വ്രതം നോറ്റ് മാലയിട്ട് കാത്തിരുന്നത് ഈ ഒരു അസുലഭ നിമിഷത്തിന് വേണ്ടിയാണ്. പന്തളം കൊട്ടാരത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസമാണ് തങ്കയങ്കി ഘോഷയാത്ര പുറപ്പെട്ടത്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി തങ്കയങ്കിയുമായുള്ള ഘോഷയാത്ര സന്നിധാനത്തെത്തി. സന്നിധാനത്ത് ഭഗവാന് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയാണ് നടന്നത്. ആ ദീപാരാധന നടന്ന് നട തുറന്ന നിമിഷങ്ങൾക്കുള്ളിൽ പൊന്നമ്പലമേട്ടിൽ മകര ജ്യോതി തെളിഞ്ഞു. പിന്നാലെ ശ്രീകൃഷ്ണ പരുന്തും ആകാശങ്ങളിൽ പറന്നു. ഏറ്റവും സുന്ദരമായ നിമിഷം, ഭഗവാനും ഭക്തനും ഒന്നാകുന്ന മഹത്തായ നിമിഷം. കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി ഭക്തരുടെ കണ്ടങ്ങളിൽ നിന്നും ഉയരുന്ന ശരണമന്ത്രങ്ങളാൽ മുഖരിതമാണ് ശബരിമല. മണ്ഡല മകരവിളക്കുത്സവങ്ങൾക്കായി വൃശ്ചികം 1 ശബരിമല നട തുറന്ന ശേഷം അഭൂതപൂർവമായ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. അതിന് സമാനമായ ജനത്തിരക്ക് തന്നെയായിരുന്നു ഇന്നും സന്നിധാനത്തുണ്ടായത്. കനത്ത സുരക്ഷയിലാണ് ശബരിമലയിൽ ഇന്ന് മകരവിളക്ക് ദർശനത്തിനെത്തിയ ഭക്തർക്ക് ദർശനത്തിനുള്ള അനുമതി നൽകിയത്. ശബരിമലയിലെ മകരവിളക്കുത്സവത്തോടനുബന്ധിച്ച് ശബരിമലയിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരുന്നത്. ശബരിമലയിലെത്തുന്ന ഭക്തർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നുള്ള വാർത്തകൾ നിരവധി പുറത്തു വന്നതാണ്. ആ സാഹചര്യത്തിൽ വളരെയധികം ഭക്തർ ഒന്നിച്ചെത്തിയാൽ അത് അപകടത്തിനിടയാക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഭക്തരെ പലയിടങ്ങളിലായി തടയുന്ന കാഴ്ചകൾ നേരത്തെ നമ്മൾ കണ്ടതാണ്. പമ്പയിലും നിലയ്ക്കലിലും സന്നിധാനത്തിന് എത്തുന്നതിന് മുമ്പുള്ള പല ഭാഗങ്ങളിലും ഭക്തരെ തടഞ്ഞ ശേഷം ഭക്തരെ കൃത്യമായ എണ്ണം മാത്രമാണ് സന്നിധാനത്തേക്ക് കടത്തിവിട്ടിരുന്നത്. ശബരിമലയിലെ മകരവിളക്കുത്സവത്തോടനുബന്ധിച്ച് വൈകുന്നേരം മുതൽ തന്നെ പമ്പയിൽ നിന്ന് ഭക്തർക്ക് കൃത്യമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും ദേവസ്വം മന്ത്രി K രാധാകൃഷ്ണൻ അടക്കമുള്ളവർ ഈ സമയത്ത് ശബരിമല സന്നിധാനത്ത് എത്തിയിരുന്നു. തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷം. അതിനു പിന്നാലെയാണ് അങ്ങ് പൊന്നമ്പലമേട്ടിൽ ശബരീശന്റെ സന്നിധി എന്ന് കരുതി ആരാധിക്കുന്ന പൊന്നമ്പലമേട്ടിൽ 3 തവണ മകരജ്യോതി തെളിഞ്ഞത്. ആ മകരജ്യോതി കാത്ത് ലക്ഷക്കണക്കിന് കണ്ണുകളാണ് കാത്തു നിന്നത്. ആ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞതോടുകൂടി ശബരിമല സന്നിധാനത്തുള്ള ഭക്തരുടെ കണ്ടങ്ങളിൽ നിന്ന് ശരണമന്ത്രങ്ങൾ ഉയർന്നു. അങ്ങനെ ശരണമന്ത്രങ്ങൾ അന്തരീക്ഷത്തിൽ അങ്ങനെ അലയടിച്ചു. സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശരണമന്ത്രങ്ങളിൽ മുഖരിതമായ ശബരിമല. ഒരു വർഷക്കാലം അയ്യപ്പ ഭക്തർ കാത്തിരുന്നത് ഈ ഒരു പുണ്യ നിമിഷത്തിന് വേണ്ടിയാണ്. ഇനി അടുത്ത വർഷം ശബരിമലയിൽ മകരജ്യോതി ദർശിക്കാനായി എത്താമെന്ന വാക്കു നൽകി ഭക്തർ ഇനി മലയിറങ്ങും. ഈ ശബരിമല സീസൺ ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ അടങ്ങിയ ശബരിമല സീസൺ ആയിരുന്നു. മുന്നൊരുക്കങ്ങളിൽ വന്ന വലിയ പാളിച്ച, അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിൽ സർക്കാരിന്റെ അനാസ്ഥ, അങ്ങനെ ഒരു മാളികപ്പുറത്തിന്റെ മരണം പോലും ഉണ്ടായ ഏറ്റവും ദുഃഖകരമായ ഒരു സ്ഥിതിവിശേഷമായിരുന്നു ഈ മണ്ഡല മകരവിളക്ക് സീസണിൽ ഉണ്ടായത്. എന്നിട്ടും ശബരിമലയ്ക്ക് വേണ്ടത്ര അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ സർക്കാരും ദേവസ്വം ബോർഡും തയ്യാറായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഹൈക്കോടതിയുടെ കൃത്യമായ നിരീക്ഷണം തന്നെയായിരുന്നു ഈ വർഷവും ശബരിമലയിലെത്തിയ ഭക്തജനങ്ങൾക്ക് അല്പമെങ്കിലും ആശ്വാസകരമായത്. സർക്കാരിന് പോലും കടുത്ത വിമർശനമാണ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായത്. എന്തായാലും ഒരു ശബരിമല സീസൺ കൂടി ഏകദേശം പര്യവസാനമായിരിക്കുന്നു. ഒരു മകരവിളക്ക് കൂടി പൊന്നമ്പലമേട്ടിൽ തെളിഞ്ഞിരിക്കുന്നു. ശബരീശ സന്നിധിയിലെത്തിയ ഭക്തജനങ്ങളുടെ കണ്ടങ്ങളിൽ നിന്ന് ശരണമന്ത്രങ്ങൾ ഉയർന്നിരിക്കുന്നു. ഭക്തലക്ഷങ്ങൾക്ക് ദർശന സായുജ്യമായി പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞിരിക്കുന്നു. പൊന്നമ്പലമേട്ടിലെ മകരജ്യോതിയും ദർശിച്ച് ഭക്തർ സായുജ്യത്തോടെ ഇനി പടിയിറങ്ങും. അടുത്ത തവണ മകരജ്യോതിക്ക് എത്താമെന്ന ഉറപ്പോടുകൂടി ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് വൃശ്ചിക മാസം 1 മുതൽ അല്ലെങ്കിൽ 41 ദിവസം മുൻപ് മുതൽ വ്രതമെടുത്ത് മാലയിട്ട് എല്ലാ
പുണ്യ ക്ഷേത്രങ്ങളിലും പോയി അവസാനം ശബരിമലയിലേക്ക് അവർ എത്തിച്ചേരുന്നത്. ഏറ്റവും കൂടുതൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരാണ് മകരജ്യോതിക്ക് പ്രധാനമായും എത്തുന്നത്. എന്നാൽ ശബരിമലയിൽ ഇത്തവണ തിരക്ക് വർദ്ധിച്ചതും ശബരിമലയിൽ ദർശനത്തിന് 18-20 മണിക്കൂർ ക്യൂ നിന്നതും ശബരിമലയെ കുറിച്ച് തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പല ഭക്തരും ചരിത്രത്തിലാദ്യമായി ദർശനം നടത്താനാകാതെ തിരികെ മലയിറങ്ങി പന്തളത്തോ അതുപോലെ പമ്പയിലോ ക്ഷേത്രങ്ങളിൽ പോയി തേങ്ങയുടച്ച് മാലയൂരി തിരികെ വീട്ടിൽ പോയ ഒരു സാഹചര്യം അത് ഈ വർഷമല്ല, ഇതിനു മുൻപ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഭക്തർക്ക് വലിയ ദുരിതം കൂടി നൽകിയ ഒരു മണ്ഡല മകരവിളക്ക് സീസണാണ് കഴിഞ്ഞു പോകുന്നത്. എന്നിട്ടും ദേവസ്വം ബോർഡിന് കുലുക്കമൊന്നും ഉണ്ടായിട്ടില്ല. ഈ ശബരിമലയെ തകർക്കുക എന്നുള്ളതാണോ ഇവരുടെ ലക്ഷ്യമെന്ന് പലരും ഉറക്കെ ചോദിച്ചു. കാരണം ശബരിമലയിൽ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ ഉണ്ടാക്കാതെ ദേവസ്വം മന്ത്രി ചോദിക്കുന്നത് എന്തിനാണ് എല്ലാവരും കൂടെ ഒന്നിച്ചിങ്ങോട്ടേക്ക് വരുന്നത് എന്നാണ്. അതായത് നിങ്ങൾ പരമാവധി വരാതിരിക്കാൻ ശ്രമിക്കുക. ഇതാണ് ഒരു ദേവസ്വം മന്ത്രിയുടെ ഇതിനെക്കുറിച്ചുള്ള പ്രതികരണം. ദേവസ്വം ബോർഡിനാകട്ടെ എന്ത് ചെയ്യണമെന്നുള്ള കൃത്യമായ ധാരണയില്ല. ഈ ശബരിമല സീസണിടയ്ക്കാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റായി മുൻ കോൺഗ്രസ് നേതാവ് കൂടിയായ PS പ്രശാന്ത് രംഗത്ത് വരുന്നത്. PS പ്രശാന്തിന്റെ അനുഭവ പരിചയക്കുറവ് വലിയൊരു വീഴ്ചയ്ക്ക് കാരണമായി. എന്നാൽ അതിനു മുൻപുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പോലും കൃത്യമായ ഒരു ഇടപെടൽ ശബരിമല നടത്തിയില്ല. അരവണയുടെ ഷോർട്ടേജ് ഉണ്ടായി, അപ്പത്തിന് ക്ഷാമമുണ്ടായി, അരവണയും അപ്പവും നിർമ്മിക്കാനുള്ള ശർക്കര ലഭിക്കാതെയായി. ഇങ്ങനെ പല വിധത്തിലുള്ള വീഴ്ചകൾ ശബരിമല ഉണ്ടായി. അതുപോലെ തന്നെ ഹോട്ടലുകളിൽ വലിയ വിലക്കയറ്റം, ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തർക്ക് ആവശ്യത്തിനുള്ള ശൗചാലയങ്ങൾ ഇല്ലാത്ത സാഹചര്യം, കുടിക്കാൻ വെള്ളമോ ഭക്ഷണമോ യഥാസമയം ലഭിക്കാത്ത സാഹചര്യം. അങ്ങനെ ദുരിതപൂർണമായ ഒരു ശബരിമല മണ്ഡല മകരവിളക്ക് സീസണാണ് കഴിഞ്ഞു പോയതെന്ന് ഭക്തർ ഒന്നടങ്കം തന്നെ പറയുന്നു. എങ്കിലും ഭക്തർക്ക് ആനന്ദമേകി, ദർശന പുണ്യമേകി പൊന്നമ്പലമേട്ടിലെ മകരജ്യോതി തെളിഞ്ഞിരിക്കുന്നു. ആ മകരജ്യോതി ദർശിച്ച് ഭക്തലക്ഷങ്ങൾ സായുജ്യമടഞ്ഞിരിക്കുന്നു. എല്ലാം സുഗമമായി അയ്യപ്പസ്വാമി നടത്തിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് ഇത്. ശബരിമലയിലെത്തുന്ന ഭക്തജനങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യമാണ് മകരജ്യോതി ദർശിക്കുക. മകരജ്യോതി ദർശിക്കാൻ കഴിയുന്ന ഇടങ്ങളൊക്കെ തന്നെ ഭക്തർ നേരത്തെ കൈയടക്കിയിരിക്കുന്നു. അപകടകരമായ സ്ഥലങ്ങളിൽ ഭക്തരെ നിർത്താതിരിക്കാനുള്ള ശ്രമങ്ങൾ പോലീസും അതുപോലെ ദേവസ്വം ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഫയർഫോഴ്സ് അടക്കമുള്ള ഉദ്യോഗസ്ഥരുമൊക്കെ ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു അപകടവുമില്ലാതെ ഒരു മകരജ്യോതി കൂടി കഴിഞ്ഞിരിക്കുന്നു. ഭക്തർക്ക് സന്തോഷത്തോടു കൂടി ഇനി മലയിറങ്ങാം. അയ്യപ്പസ്വാമിയുടെ ദർശനം നടത്തി സർവാഭിഷ്ട വിഭൂഷിതനായ അയ്യപ്പനെ ദർശിച്ച് തങ്കയങ്കി ചാർത്തിയ അയ്യപ്പസ്വാമിയെ ദർശിച്ച് പൊന്നമ്പലമേട്ടിലെ മകരജ്യോതി ദർശിച്ച് ഭക്തലക്ഷങ്ങൾ മലയിറങ്ങുകയാണ്. ഇനി അടുത്ത സീസണിൽ കാണാമെന്ന വാക്കോടുകൂടി. എന്നാൽ അടുത്ത സീസണിലെങ്കിലും ഇക്കുറിയിലെ പാളിച്ചകൾ പരിഹരിച്ചുകൊണ്ട് ശബരിമലയിലെത്തുന്ന ഭക്തർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാൻ ദേവസ്വം ബോർഡും സർക്കാരും തയ്യാറാകണം. ഈ ശബരിമലയിലെത്തുന്ന അയ്യപ്പ ഭക്തരെ പിഴിയുക മാത്രമല്ല ലക്ഷ്യം, അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാനുള്ള ഉത്തരവാദിത്തം കൂടി സർക്കാരിനുണ്ട്. അവരുടെ കയ്യിലെ പണത്തിലാകരുത് ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെ ലക്ഷ്യം, കാണിക്കയിൽ മാത്രമാകരുത് ലക്ഷ്യം, മറിച്ച് അയ്യപ്പ ഭക്തരുടെ ക്ഷേമത്തിന് കൂടി കുറച്ച് പ്രാധാന്യം കൊടുക്കണമെന്ന അപേക്ഷ മാത്രമാണുള്ളത്.